വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിയിടാൻ പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ 29-ാം തീയതി നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. 30-ാം തീയതി പുലർച്ചെയാണ് നമ്മൾ ബലിയിടാനായിട്ട് പോയത് കേട്ടോ. ഈ കാണുന്നത് പാപനാശിനി പുഴ ഒഴുകണ ആ ശബ്ദമാണ്. നമുക്കിതിൻ്റെ അപ്പുറത്തേക്ക് ബലിയിടുന്ന സ്ഥലത്ത് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷം മുഴുവൻ കാർമേഘങ്ങൾ വന്ന് ഇരുട്ട് കുത്തിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തോരാ മഴയായിരുന്നു 29-ാം തീയതി മുഴുവനും. വളരെ തോരാമഴ, ഒരുപാട് വലിയ ശബ്ദത്തിലായിരുന്നു. ആ സമയത്തും അപ്പുറത്ത് ഇങ്ങനെ വലിയൊരു അപകടം നടക്കാനാണ് പോകുന്നതെന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. നടന്നു എന്നും അറിഞ്ഞില്ല. നമ്മൾ പുലർച്ചെ എണീറ്റു ക്ഷേത്രത്തിൽ പോയി ബലിതർപ്പണം ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് എല്ലാവരുടെയും ഫോണുകളിൽ, ഞങ്ങൾ 7ഓളം പേരുണ്ടായിരുന്നു, എല്ലാവരുടെ ഫോണുകളിലും നിറയെ മിസ്ഡ് കോൾസ്. തിരിച്ച് വിളിച്ചിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ നടന്ന ഭീകരാന്തരീക്ഷം, മറ്റ് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ പിന്നെ എല്ലാവരും നിർബന്ധിച്ചു വേഗം വരൂ. കാരണം എല്ലാവരും ബ്ലോക്കായി തുടങ്ങി, താഴെയൊക്കെ ബ്ലോക്കായി തുടങ്ങി, വഴികളൊന്നും ഓപ്പൺ അല്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ ബാലുവിൻ്റെ സുഹൃത്തുണ്ട് വയനാട്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ തമിഴ്നാട് കണക്ട് ചെയ്തുകൊണ്ട്, ആ ബോർഡർ കണക്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ തൃശ്ശൂരിലേക്ക് തിരിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ബ്രദർ വിളിച്ചിട്ടാണ് കറക്റ്റ് റൂട്ട് നമുക്ക് നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് പോകുന്നു. നമ്മൾ തൃശ്ശൂർ 6 എത്തിയപ്പോൾ അവിടുന്ന് 8:30 രാവിലെ 8:30 വിട്ടിട്ട് ഞങ്ങൾ വൈകിട്ട് 10:30 ഇവിടെ തൃശ്ശൂർ എത്തുമ്പോൾ. അപ്പോൾ തന്നെ അറിയാലോ, ആ സമയത്ത് നമ്മൾ ഇതുപോലെ വഴിയിലുള്ള 1-2 പുഴകൾ, മലപ്പുറം തുടങ്ങിയിട്ടുള്ള കുറച്ച് സ്ഥലത്ത് മാത്രം 1-2 വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ആ വീഡിയോകളിൽ പുഴകൾ കലങ്ങി മറിഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ് തന്നെയാണ് ഒഴുകണം. ചിലയിടങ്ങളൊക്കെ പാടം കണ്ടു കഴിഞ്ഞാൽ പുഴയാന്ന് തോന്നും. അതുപോലെ വീടുകൾ മുങ്ങിയ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. അപ്പം മറുകരയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഞാൻ TV കാണാൻ പോയില്ല കേട്ടോ, കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ആ വയനാട് വഴികളിലൂടെ വരുമ്പോഴും തമിഴ്നാട് വഴികളിലൂടെ വരുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ ശിരൂർ ഈ പറഞ്ഞ സ്ഥലങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും വയനാട് ഒരു ശിരൂർ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, ഉറപ്പാണ്. കാരണം ഞങ്ങളുടെ ഭരണ വഴികളിൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു, പാറ വന്ന് വീണെടുക്കേണ്ട മരങ്ങൾ വീണുണ്ടായിരുന്നു. എന്തായാലും അപകട നിലകളില്ലാതെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ സേഫായിട്ട് തന്നെ എത്തി. നമ്മൾ സേഫാന്ന് പറയുമ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, എല്ലാവരും അവരവരുടെ സേഫ്റ്റിയിലല്ലേ ആഗ്രഹിക്കണേ. ഇതൊന്നും അറിയാതെ ഒരു ഉറക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആ സഹോദരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇതെല്ലാം കാണേണ്ടി വന്ന മറ്റു സഹോദരങ്ങളുടെ അവസ്ഥ കഷ്ടം തന്നെ. പ്രകൃതി എന്താ വിചാരിച്ചുള്ളതെന്ന് നമുക്കും അറിയില്ലല്ലോ. ഇതിപ്പോൾ ആരുടെയും കുറ്റമല്ല. എന്നിരുന്നാലും ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ. എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ മറിഞ്ഞുപോയ സഹോദരങ്ങൾക്കും അവിടെയുള്ള സഹോദരങ്ങൾക്കും എല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള ഇടയുണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും സഹോദരങ്ങളോടൊപ്പം ഉണ്ട്.